വിവിധ ഭാഷകളിലായി മികച്ച കഥാപാത്രങ്ങളുടെ ഭാഗമായിട്ടുള്ള നടിയാണ് ഗീത. മലയാളത്തിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം മികച്ച സിനിമകളിൽ അഭിനയിക്കാൻ ഗീതയ്ക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. വാത്സല്യം, പഞ്ചാഗ്നി, സുഖമോ ദേവി, ഒരു വടക്കൻ വീരഗാഥ തുടങ്ങിയവയെല്ലാം ഗീത നായികയായെത്തിയ മലയാള സിനിമകളായിരുന്നു. വലിയ ഇടവേളയ്ക്ക് ശേഷമുള്ള രണ്ടാം വരവിലും ഗീത മലയാളത്തിൽ അഭിനയിച്ചിരുന്നു. ഇപ്പോൾ മലയാള സിനിമകളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഗീത. മലയാളമാണ് എനിക്ക് ശക്തമായ വേഷങ്ങൾ തന്നത്. മറ്റു ഭാഷകളിലധികവും നായകനോട് ചേർന്ന് നിൽക്കുന്ന മോഡൽ കഥാപാത്രങ്ങളായിരുന്നു. സംഭാഷണത്തിന്റെ കരുത്തിൽ മലയാളം കയ്യടി നേടിത്തന്നു. നായകനെ പോലും ചോദ്യം ചെയ്യുന്ന നായികയായിരുന്നു ഞാൻ. ഇവിടുത്തെ സംവിധായകരിൽ നിന്നുമാണ് കൃത്യമായ നിർദ്ദേശം ലഭിച്ചത്. കഥാപാത്രത്തിന്റെ നോട്ടം, നടത്തം, സംസാരത്തിന്റെ താളം എന്നിവയെല്ലാം ശ്രദ്ധിക്കണമെന്ന് അവരെന്നെ പഠിപ്പിച്ചു. മലയാളത്തിൽ എന്നെ തേടി വന്ന സിനിമയായിരുന്നു ആകാശദൂത്. 4 മക്കളുടെ അമ്മയാകാൻ മടിച്ചാണ് ഞാൻ ആകാശദൂതിലെ വേഷം വേണ്ടെന്ന് വെച്ചുവെന്നതെല്ലാം അന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. നായിക പ്രാധാന്യമുള്ള അത്തരമൊരു വേഷം ഒരു നടിയും വേണ്ടെന്ന് വെക്കില്ല. ഒരു പക്ഷേ ഇത്രയേറെ തടവുകാരുടെ വേഷങ്ങൾ അവതരിപ്പിച്ച നടി മലയാളത്തിലുണ്ടാകില്ല. ആദ്യ സിനിമയായ പഞ്ചാഗ്നിയിൽ നിന്നും തുടങ്ങിയതാണ് തടവറയിലെ അഭിനയം. തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും കണ്ണൂരിലെയുമെല്ലാം ജയിലുകളിലാണ് കൂടുതൽ സിനിമകൾ അന്ന് ചിത്രീകരിച്ചത്. ചിത്രീകരണത്തിനെത്തുമ്പോൾ ജയിൽ പരിപാടികളിലെല്ലാം ഞാൻ എത്രയോ തവണ പങ്കെടുത്തു. തടവ് പുള്ളികളുമായി സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഒരു നിമിഷത്തെ മാനസിക പ്രേരണയിൽ അവർ ചെയ്തുപോയ തെറ്റിനെ കുറിച്ച് പലരും ദീർഘനേരം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. മലയാളത്തിൽ സിനിമകൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും ശക്തമായ സൗഹൃദങ്ങൾ കുറവാണ്. സിനിമാ സെറ്റിൽ പോയാൽ കഥാപാത്രത്തെക്കുറിച്ചും അടുത്ത കാലത്തിറങ്ങിയ മറ്റു സിനിമകളെക്കുറിച്ചുമെല്ലാമാണ് സംസാരിക്കാറ്. അനാവശ്യമായി കൂടുതൽ സമയം സെറ്റിൽ ചെലവിടാൻ താല്പര്യം കാണിക്കാറില്ല. മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം ഒരുപാട് സിനിമകൾ ചെയ്തുവെങ്കിലും കൂടുതലായി അവരുമായി ഒന്നും സംസാരിക്കാറില്ലായിരുന്നു, ഗീത പറഞ്ഞു.